ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇവ ഇപ്പോൾ എവിടെയെന്നറിയില്ല. 3 പവൻ സ്വർണ്ണമാണ് ഇതിനായി ചെലവിട്ടത്. 2019 ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് അനുബന്ധമായ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയത്. അന്ന് ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നില്ല. ചെന്നൈയിൽ ഇതേ കമ്പനി സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അന്ന് 100 പേർക്ക് മാത്രമേ പോലീസ് പാസ് അനുവദിക്കുള്ളായിരുന്നു സന്നിധാനത്തേക്ക് പോകാൻ. അവിടെ ചെന്നൈയിൽ നിന്ന് പോയ ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടു. അപ്പൊ അവര് കൊണ്ടുവന്ന് ഇത് കൊടുത്തപ്പോൾ അത് വച്ചു നോക്കിയപ്പോൾ അതിലൊരു അപാകത തോന്നി. കാര്യം സൈസിൽ വ്യത്യാസം വന്നു. ഉദ്യോഗസ്ഥർ അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊരു അവ്യക്തത ഇപ്പൊ വിജിലൻസ് അത് അന്വേഷിക്കാനായിട്ട് കോടതി എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമല ഒരു സാധനം ഒരു ഗ്രൂപ്പ് കൊണ്ടുപോയി അവിടെ കൊടുത്തത് സൈസ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊടുത്തു വിട്ടു. അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷണത്തിനും ശേഷമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. CK അഭിലാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വരുന്നു. അഭിലാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സ്പോൺസർ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? ഈ പീഠം എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? 2019 കോവിഡ് വ്യാപന കാലഘട്ടത്തിലാണ്, അതായത് ഭക്തർക്ക് നിയന്ത്രണം ഉണ്ടായ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന മാനിച്ച് ഏറെക്കുറെ 400 ഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ചെമ്പ് പാളികൾ ബാംഗ്ലൂർ മലയാളി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം വഴിയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി ചെയ്തു നൽകാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിനായി അതിന് സമ്മതം അറിയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഉണ്ടായത്. നേരിട്ട് എത്തി അതിൻ്റെ അളവുകൾ സ്വീകരിച്ച് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നതിനാൽ തന്നെ അതിനായി ഒരു ആളിനെ ചുമതലപ്പെടുത്തി അയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ലഭ്യമായ അളവിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചു നൽകിയത്. 3 പവൻ സ്വർണ്ണമാണ് ഇതിന് ആകെ ചെലവായിട്ടുള്ളത്. മറ്റ് ലോഹം കൂടി ചേരുന്നതായിരുന്നു ഈ പീഠം. അതേസമയം തന്നെ നിയന്ത്രണമുള്ള കാലയളവായതിനാൽ ചെന്നൈയിൽ നിന്നും ശബരിമല ദർശനത്തിന് വന്ന ഒരു കൂട്ടം ഭക്തരെ ഇത് ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു. അങ്ങനെ അത് ഘടിപ്പിച്ച വേളയിൽ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ തിരികെ മറുപടി എന്നുള്ള രൂപത്തിൽ അറിയിച്ചു. പക്ഷേ പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഇത് ഉണ്ടോ, അതല്ല നൽകിയ ഭക്തർക്ക് തന്നെ തിരികെ നൽകിയോ എന്നതടക്കമുള്ള വിഷയങ്ങളിൽ യാതൊരു അറിവും തനിക്കില്ല എന്നുള്ളതാണ് സ്പോൺസറായിട്ടുള്ള ആൾ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പുരോഗമിക്കുന്ന വിജിലൻസിന്റെ പരിശോധനയിൽ ഇതുകൂടി ഉൾപ്പെടുമെന്നുള്ള കാര്യവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഈ പീഠം യഥാർത്ഥത്തിൽ നൽകിയത് ആരാണ്? ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് എവിടെയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അത് തിരികെ ഒരുപക്ഷെ ദേവസ്വം നൽകിയിരിക്കാമോ അതോ ദേവസ്വം തന്നെ സൂക്ഷിച്ചിരിക്കാമോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഈ നൽകുകയും അത് പീഠം എന്നുള്ള നിലയിൽ അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് അറിയുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും സമീപിച്ച് അതിൻ്റെ അളവിൽ കൃത്യത വരുത്തിയതോ അതല്ല ഇത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ സ്ട്രോങ് റൂമിൽ ഉണ്ടോ, അതുമല്ല എങ്കിൽ നൽകിയ ആൾ ഭക്തർക്ക് ഇത് വഹിച്ചുകൊണ്ട് വന്ന ആളുകളുടെ പക്കൽ തന്നെ തിരികെ നൽകിയിട്ടുണ്ടോ എന്നതടക്കം യാതൊരു വിവരവും പിന്നീട് കഴിഞ്ഞ 6 വർഷത്തിനിടെ തനിക്കില്ല എന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ഈ പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ പീഠം കൂടി ഉണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നു. പക്ഷേ അത്തരത്തിൽ പീഠം ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫയലുകളടക്കം പിടിച്ചെടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ്. വിജിലൻസിനെ തന്നെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ആ വിഷയം കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസപൂജ കഴിഞ്ഞ വേളയിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണം പൂശിയ പാളികളുടെ അറ്റകുറ്റപ്പണികൾ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നുള്ളതാണ് സ്പോൺസർ പ്രതികരിക്കുന്നത്. മുൻ നിശ്ചയപ്രകാരം 19-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഇത് ശബരിമലയിൽ തിരികെ എത്തിച്ച് ഘടിപ്പിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില പൂജകൾ കൂടി ആവശ്യമായി വരുന്നുണ്ട്. അതിൻ്റെ ചെലവ് കൂടി താൻ വഹിക്കുമെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. അഡീഷണലായി ആവശ്യമായി വരുന്നത് ഒരുപക്ഷെ ഒരു 3 ലക്ഷം രൂപയുടെ സ്വർണം അടക്കം പണികളായിരിക്കും എന്നും അദ്ദേഹം കരുതുന്നുണ്ട്. പക്ഷേ ഈ തുകയിൽ കൃത്യതയില്ല. പണി പൂർത്തിയായെങ്കിൽ മാത്രമേ അത് അറിയിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശബരിമലയിൽ ഏതാനും ദിവസം കൂടി കഴിയുന്നതോടുകൂടി അയ്യപ്പ സംഗമത്തിന് പമ്പ വേദിയാവുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ക്ഷണം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിട്ട് എത്തുന്നതിനോ അതിൽ പങ്കെടുക്കുന്നതിനോ താല്പര്യപ്പെടുന്നില്ല എന്നും
ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലാണ്. അതൊരു പീഠം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ചെന്നൈയിലേക്ക് പോയ നന്നാക്കാനായും പോയ കൂട്ടത്തിലില്ല. അതെവിടെ പോയി എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡ് വിശദീകരിച്ചാൽ ആ കാര്യത്തിലൊരു വ്യക്തത വരും.